കസ്റ്റഡിയിലുള്ളവരെ മർദ്ദിക്കാനല്ല പോലീസിന് അധികാരമുള്ളതെന്ന് സുപ്രീംകോടതി. നിലമ്പൂർ ASI ആയിരുന്ന സി അലവിക്കെതിരായ കേസിലാണ് പരാമർശം. അലവി വിചാരണ നേരിടണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് കസ്റ്റഡി മർദ്ദനമെന്ന വാദം കോടതി തള്ളി. കേസെടുത്ത മജിസ്ട്രേറ്റിന്റെ നടപടിക്കെതിരെ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളുകയായിരുന്നു. ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കസ്റ്റഡി മർദ്ദനങ്ങൾ കൂടി വരുന്ന, കസ്റ്റഡി മരണങ്ങൾ നടക്കുന്ന കേരളത്തിലാണ് ഇപ്പോൾ അലവി വിചാരണ നേരിടണം എന്ന കോടതി ഉത്തരവ് വരുന്നത്. സുജപാകുതി അങ്ങനെ തന്നെയാണ്. 2008 ജൂലൈ 28-നായിരുന്നു നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും മർദ്ദിക്കുകയും ചെയ്തത്. അന്ന് ആ സ്റ്റേഷനിലെ ASI ആയിരുന്നു സി അലവി. അന്ന് അദ്ദേഹത്തിനെതിരെ നേരത്തെ പോലീസിൽ പരാതിക്കാരൻ പരാതി നൽകിയെങ്കിലും ഡിവൈഎസ്പി ഈ കേസ് എഴുതി തള്ളുകയായിരുന്നു. കേസെടുക്കാൻ മതിയായ കാരണങ്ങളില്ല എന്നായിരുന്നു. അത് മാത്രമല്ല, ഈ കുറ്റകൃത്യം നിലനിൽക്കുന്നതല്ല, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് സി അലവി ഇത്തരമൊരു മർദ്ദനം നടത്തിയതെന്നായിരുന്നു പോലീസിന്റെ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. കേസെടുത്ത നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്കെതിരെ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. അത് സി അലവിയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്.